പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ അനുഭവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 27:5. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗം ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് തൻ്റെ ജനത്തിന് രാജാവാക്കിയ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറയുക, ആ ദൈവം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയുക, തെരഞ്ഞെടുത്ത ദൈവ പൈതലേ, നിന്നെ സ്വർഗം തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ ശത്രുവിന് വിട്ടുകൊടുക്കാനല്ല, പ്രതിസന്ധിക്ക് വിട്ടുകൊടുക്കാനല്ല, പ്രതികൂലത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഹല്ലേലൂയ അത് കണ്ട് രസിക്കുന്ന ഒരു പിതാവല്ല നിനക്കുള്ളത്. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്. ഹല്ലേലൂയ നിന്റെ പ്രതികൂലത്തിൽ ഇറങ്ങി വന്ന് നിന്റെ അടുക്കൽ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അനർത്ഥ ദിവസം ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ അവന്റെ കൂടാരത്തിൽ ഹല്ലേലൂയ നമ്മെ ഒളിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ തിരുനിവാസത്തിന്റെ മറവിൽ നമ്മളെ മറയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രതിസന്ധിയും പ്രതികൂലവും വിഷയങ്ങളുമൊക്കെ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നിന്നെ ഉയർത്തു, നിന്നെ ഉയർത്തി മാനിക്കുക. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക, നിന്നെ ഉയർത്തി മാനിക്കുന്ന ദിനം മുന്നിൽ കടന്നു വരിക. ഹല്ലേലൂയ. പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നു, പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. പലയിടത്തും നീ തലതാഴ്ത്തി നിൽക്കേണ്ടതായി വന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്വർഗം നിന്നോട് ഇടപെടുക. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും നിന്നെ തളർത്താതെ, നിന്നെ ഒതുക്കി കളയാതെ നിർത്തിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവ പ്രവൃത്തിയിലേക്ക്. അമ്മേ, ദാവീദിന് ഹല്ലേലൂയ ഉറപ്പായിട്ടും പറയും. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ദാവീദ് പറയും, ഞാൻ വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ മരുഭൂമിയില് ഹല്ലേലൂയ, ഹല്ലേലൂയ കുറെ മിണ്ട പ്രാണികളോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. അതുങ്ങളെ നോക്കി, അതുങ്ങൾക്ക് എണ്ണയും പുരട്ടി ഹല്ലേലൂയ അതുങ്ങളെ പരിപാലിച്ചു കൊണ്ടിരുന്ന എന്നെ ഹല്ലേലൂയ സ്വർഗം ഹല്ലേലൂയ ഒന്നിന് കൊള്ളാത്ത എന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ മരുഭൂമിയിൽ നിന്ന്, ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ തന്റെ ജനത്തിന്റെ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ആവശ്യത്തിന് വേണ്ടി നിർത്തിയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ആരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്നെ സ്വർഗം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പുതിയൊരു തലത്തിലേക്ക് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ആരെയൊക്കെയോ കർത്താവ് കൊണ്ടുപോകുക. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് 121 സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ ഹല്ലേലൂയ നീ നിൽക്കുന്ന സ്ഥലം ഹല്ലേലൂയ, ഹല്ലേലൂയ സേഫ് ഒന്നുമല്ല, പക്ഷേ ഹല്ലേലൂയ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നിന്റെ കാൽ ഹല്ലേലൂയ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരാ അവർ? ഹല്ലേലൂയ ദൂതന്മാർ. ഹല്ലേലൂയ തന്റെ ദൂതന്മാർ. ഹല്ലേലൂയ ഇന്ന് രാത്രി ദൂതന്മാർ, ഇന്ന് രാത്രി ദൂതന്മാരുടെ ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഒരു കൂട്ടം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരമുയർത്തേക്ക്. വിശ്വസിക്കുന്നവന്ന് സ്തോത്രം ചെയ്തേ. വിശ്വസിക്കുന്നവന്ന് മഹത്വം കൊടുത്ത ദൈവത്തിന്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശക്തിയോടെ നിർത്തുന്നതിനായി, ബലത്തോടെ നിർത്തുന്നതിനായി, ആത്മശക്തിയിൽ നിർത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി ഹല്ലേലൂയ ബലമായി മാറട്ടെ. സകല മഹത്വവും കർത്താവിന് യേശുവപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ.